അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ അന്ധവിശ്വാസത്തിന്റെ കിണറ്റിലാണ് ഇപ്പോഴും കിടക്കുന്നത്. ശാസ്ത്രം ഇത്രയും വളർന്നെന്ന് പറഞ്ഞാലും പകുതിയിലധികം പേർക്കും ബോധം ഉദിച്ചിട്ടില്ല, നേരം വെളുത്തിട്ടില്ല. മതത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കിയതല്ല ഈ മനുഷ്യരാണെന്ന് ഓർക്കണം. അത് നമ്മുടെ അത്രയും പോലും ബുദ്ധി ഉറക്കാത്ത മനുഷ്യരായിരുന്നു ഇതെല്ലാം. 1500 കൊല്ലം മുമ്പ് വേണ്ടല്ലോ, ഒരു 75 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യന്റെ ശാസ്ത്രബോധം എത്ര ഉണ്ടെന്ന് ചോദിക്കേ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാത്ര നമുക്കൊക്കെ വളരെ ഇഷ്ടമാണ്. ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കുകയും വ്യത്യസ്തമായ സംസ്കാരങ്ങളും രുചികരമായ ഭക്ഷണങ്ങളും വ്യത്യസ്തമായ ആചാരമര്യാദകളും വ്യത്യസ്ത ഭാഷകളും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് ജീവിതത്തിൽ വലിയൊരു സ്വപ്നമായി കൊണ്ടു നടക്കുന്ന എത്രയോ ആളുകളുണ്ട്. കാരണം നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും യാത്രകൾ നമ്മളെ വല്ലാതെ സഹായിക്കാറുണ്ട്. പക്ഷേ എത്രയൊക്കെ രാജ്യങ്ങൾ സന്ദർശിച്ചാലും എത്രയൊക്കെ സ്ഥലങ്ങളിൽ പോയാലും ഒരുപാട് കാര്യങ്ങൾ കണ്ടാലും ബോധം വരാത്ത അല്ലെങ്കിൽ അറിയേണ്ടതറിയാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് ഞാൻ ആദ്യം കൊടുത്ത പ്രസംഗം കണ്ടപ്പോൾ നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാകും. ഞാനിത് പറയാനുള്ള കാരണം, ചില ആളുകൾ എങ്ങനെയൊക്കെയാണെങ്കിലും പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. നല്ല നിറഞ്ഞു നിൽക്കുന്ന ആടിൻ്റെ അകിട്, ആ അകിടിൽ പാല് പ്രതീക്ഷിക്കുന്നതിന് പകരം അവിടെ പോലും കൊതുകിന് വേണ്ടത് ചോരയാണ്. അതുപോലെ ഏത് രാജ്യങ്ങളിൽ പോയാലും എന്തൊക്കെ കണ്ടാലും അവിടെയുള്ള അന്ധവിശ്വാസങ്ങൾ മാത്രം പെറുക്കിയെടുത്ത് ഇതൊക്കെ തന്നെയാണ് മതങ്ങൾ, ഇങ്ങനെയൊക്കെ തന്നെയാണ് മതവിശ്വാസികൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു നടക്കുന്നിടത്തേക്ക് ഒരു സഞ്ചാരി എത്തുന്നത് വളരെ ദുഃഖകരമാണ്. ഞാനിത് പറയാൻ കാരണം, ശാസ്ത്രവും സയൻസും എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ അതാണ് ജീവിതത്തിൻ്റെ എല്ലാം എന്നും ശാസ്ത്രം പറയുന്നതേ കേൾക്കൂ, ശാസ്ത്രം എന്താണോ അതാണ് ഞങ്ങളെന്ന്, മതവുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയുള്ള ആളുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിന് നമ്മളൊന്നും എതിരല്ല, ഒരു മതവിശ്വാസിയും സയൻസിനെതിരല്ല. മനുഷ്യൻ്റെ വളർച്ച അളക്കാനുള്ള ഒരു ഉപകരണം, ഒരു ഡിവൈസാണ് ശാസ്ത്രം എന്ന് പറയുന്നതിന് നമ്മൾ നിഷേധിക്കൊന്നുമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യന്മാർ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അവർ എത്രത്തോളം ടെക്നിക്കലായി വളർന്നിരുന്നു, അവരുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അവരുപയോഗിച്ചത് ഏതൊക്കെ രീതിയിലുള്ള ഉപകരണങ്ങളും ഏതൊക്കെ രീതിയിലുള്ള ആയുധങ്ങളുമാണ്. ഇങ്ങനെ കഴിഞ്ഞ കാലത്തെയും ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ജീവിത സാഹചര്യങ്ങളെയും അളക്കാൻ സയൻസ് ഉപയോഗിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത്, മുമ്പ് ജീവിച്ചിരുന്നവരുടെ ശാസ്ത്രബോധം എന്നുള്ളത് ഇന്നുള്ളവരെ സംബന്ധിച്ച് വളരെ ചെറുതായിരിക്കാം. പക്ഷെ അതിനോട് ചേർത്തി പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാവതല്ലാത്തത് കൊണ്ട് മാത്രമാണ് അതിന് മറുപടി പറയുന്നത് എന്ന് മാത്രം. ശാസ്ത്രം എന്നത് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉപയോഗകരമായ ഒരുപാട് സംവിധാനങ്ങളും ഒരുപാട് കണ്ടെത്തലുകളും ശാസ്ത്രത്തിൻ്റെ തന്നെ സൃഷ്ടിയാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന വിമാനം, നമ്മൾ യാത്ര ചെയ്യുന്ന കപ്പലുകൾ, എന്തിന് എഴുതാൻ ഉപയോഗിക്കുന്ന പേനയും പേപ്പറും, അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള, നാം കണ്ടെത്തിയിട്ടുള്ള, ശാസ്ത്രം അവതരിപ്പിച്ചിട്ടുള്ള എല്ലാം, അതൊക്കെ ശാസ്ത്രത്തിൻ്റെ സംഭാവനകൾ തന്നെയാണ്. അതിനെ ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ ശാസ്ത്രമാണെല്ലാം എന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകളോടൊന്നേ പറയാനുള്ളൂ, ശാസ്ത്രം എന്നത് ലിമിറ്റേഷനുള്ള ഒന്ന് മാത്രമാണ്. അളക്കാൻ കഴിയുന്ന, നിരീക്ഷിക്കാൻ കഴിയുന്ന, പരിശോധിക്കാൻ കഴിയുന്ന സംഭവങ്ങളെയും സാധനങ്ങളെയും ബന്ധപ്പെടുത്തി മാത്രമേ ശാസ്ത്രത്തിൻ്റെ മേഖല നിലനിൽക്കുന്നുള്ളൂ. ഇപ്പോൾ വെള്ളം മനുഷ്യന് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന, മനുഷ്യന് അളക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നിരീക്ഷിക്കാവുന്ന ഒന്നാണ്. ഒരു മല, അതുപോലെ തന്നെ മണ്ണ്, വ്യത്യസ്തമായ ധാതുക്കൾ, വ്യത്യസ്തമായ പദാർത്ഥങ്ങൾ, ഇതൊക്കെ മനുഷ്യൻ അളക്കാവുന്നതും നിരീക്ഷിക്കാവുന്നതും. ഇതെങ്ങനെ ഉണ്ടാകുന്നു, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനുഷ്യന് ചിന്തിക്കാനും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് പരിശോധിച്ചാൽ കണ്ടെത്താനും സാധിക്കും. എന്നാൽ ശാസ്ത്രത്തിന് പരിശോധിക്കാൻ കഴിയാത്ത ഒരുപാട് വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നതുപോലും ഈ ശാസ്ത്രവിശ്വാസികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയാത്ത ആകാശം, അതിലെ സൂര്യൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് ശാസ്ത്രം പറയുന്നത് നിഗമനങ്ങളാണ്. കൃത്യമായി അതിൻ്റെ അടുത്ത് പോയി നിരീക്ഷിക്കാനോ അതിൻ്റെ ഉള്ളിൽ ചെന്നുകൊണ്ട് പഠനം നടത്താനോ ഒരിക്കലും സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെയാവാമെന്ന് മനുഷ്യൻ്റെ നിഗമനങ്ങളാണ്. ശാസ്ത്രത്തിന് അത് കാണാനും അതെന്താണെന്നും അതെത്ര അകലമുണ്ടെന്നും കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്നത്തെ ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നു, 1000 പ്രകാശവർഷങ്ങൾക്കപ്പുറത്ത്, ഭൂമിയിൽ നിന്ന് 1000 പ്രകാശവർഷങ്ങൾക്ക് ദൂരെ വാസ്പ് 17b എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ് ഉണ്ട്. ആ പ്ലാനറ്റ് ശാസ്ത്രം കണ്ടെത്തിയതാണ്.
അതുപോലെ തന്നെ ഏകദേശം 430 പ്രകാശവർഷം അകലെ സൂപ്പർ സാറ്റേൺ എന്ന് പറയുന്ന ഒരു ഗ്രഹമുണ്ട്, ഒരു പ്ലാനറ്റ് ഉണ്ട്. അതുപോലെ ഏകദേശം 3200ഓളം കിലോമീറ്റർ, 3200 പ്രകാശവർഷങ്ങൾക്കപ്പുറത്ത് കെപ്ലർ എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ് ഉണ്ട്. ഈ പ്ലാനറ്റ് ഉണ്ട് എന്ന് പറയുമ്പോഴും ഈ ഗ്രഹങ്ങളിൽ എന്തൊക്കെയാണുള്ളതെന്നോ ജീവനുണ്ടെന്നോ അതിലെന്തൊക്കെ നടക്കുന്നു എന്നോ മനുഷ്യന് ഒബ്സർവ് ചെയ്യാൻ, പരിശോധിക്കാനും നിരീക്ഷിക്കാനും കണ്ടെത്താൻ കഴിയാത്ത, മനുഷ്യൻ്റെ കൈക്ക്, മനുഷ്യൻ്റെ കൺട്രോളിനപ്പുറത്തുള്ള സാധനങ്ങളാണ്. നമ്മുടെ ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലുള്ള, നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന, നമുക്ക് പരിശോധിക്കാൻ കഴിയുന്ന സാധനങ്ങളെക്കുറിച്ച് മാത്രമുള്ള വിലയിരുത്തലുകൾ മാത്രമാണ് ശാസ്ത്രം അവതരിപ്പിക്കുന്നത്. അത് എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല, എന്നാൽ തെറ്റ് വന്നുകൂടായികയുമില്ല. അത് നമ്മൾ ചരിത്രത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഈ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വ്യത്യാസം കണ്ടെത്താൻ കഴിയും. ഉദാഹരണത്തിന്, പണ്ടുള്ള ശാസ്ത്രം വിശ്വസിച്ചിരുന്നത് ഭൂമി പരന്നിട്ടായിരുന്നു എന്നായിരുന്നു. ഭൂമി പരന്നിട്ടായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന കാലത്ത് അന്ന് ചിലപ്പോൾ ശാസ്ത്രത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞ് നടന്ന ആളുകളൊക്കെ മറ്റുള്ളവരെ കളിയാക്കിയിട്ടുണ്ടാവും. നിങ്ങളും നിങ്ങളുടെ ഒരു മതവും ശാസ്ത്രം പറയുന്നേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ. കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ ശാസ്ത്രത്തിൻ്റെ വാദം മാറി. ശാസ്ത്രം പറഞ്ഞു ഭൂമി പരന്നിട്ടല്ല, ഭൂമി ഉരുണ്ടിട്ടാണ് എന്നുള്ളത്. അന്ന് അപ്പോൾ പരന്നു എന്ന് പറഞ്ഞ് ഞങ്ങളാണ് ശാസ്ത്രം, ഞങ്ങളാണ് വിജയികൾ, ഞങ്ങളാണ് ശരിയെന്ന് പറഞ്ഞ് നടന്ന ആളുകൾക്ക് അവിടെ തെറ്റി. പിന്നെ പണ്ടുണ്ടായിരുന്ന വിശ്വാസമായിരുന്നു ജിയോസെൻട്രിക്കാണ് നമ്മുടെ ഈ ഗാലക്സി എന്ന് പറയുന്നത് ജിയോസെൻട്രിക്, അതായത് ഭൂമിയെ മറ്റുള്ള ഗ്രഹങ്ങളും സൂര്യനൊക്കെ ചുറ്റുന്ന ഒരു ഘടനയായിരുന്നു എന്ന് വിശ്വസിച്ച ഒരുപാട് കാലങ്ങളുണ്ട്. ആ കാലഘട്ടം മാറി ഹീലിയോസെൻട്രിക്കാണ്, സൂര്യനെയാണ് ചുറ്റുന്നത്, ഭൂമിയെ അല്ല എന്ന് ശാസ്ത്രം പറയാൻ തുടങ്ങി. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ വരെ ഞങ്ങൾ ശരിയാണ്, ഞങ്ങൾ ശാസ്ത്രമാണെന്ന് പറഞ്ഞ് നടന്ന ആളുകൾക്ക് മാറ്റേണ്ടി വന്നു. ഇതുപോലെ ഓരോ ഘട്ടങ്ങളിലും ഓരോ മാറ്റങ്ങൾ ശാസ്ത്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ശാസ്ത്രം എന്ന് പറയുന്നത് ദിനേന മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശാസ്ത്രമാണ് എല്ലാം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ശാസ്ത്രത്തെ അംഗീകരിക്കുമ്പോഴും മതങ്ങൾ പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാതിരിക്കാൻ ശ്രമിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. കാരണം വിശ്വാസം എന്ന് പറയുന്നത്, ശാസ്ത്രം എന്ന് പറയുന്ന ഭൗതികമായി നിരീക്ഷിക്കാവുന്ന, പരീക്ഷിക്കാവുന്ന, പിന്നെ അളക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള മാത്രം പഠനങ്ങളും കണ്ടെത്തലുമാണെങ്കിൽ വിശ്വാസം എന്നത് അങ്ങനെയല്ല. വിശ്വാസം ഭൗതികവും അഭൗതികവുമായ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വിശ്വാസം അഭൗതികവും ഭൗതികവുമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അഭൗതികം എന്ന് പറയുമ്പോൾ മഹ്ശറയുണ്ട് എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ മരണത്തിന് ശേഷം അവനെ വിളിച്ചു ചേർത്ത് അവൻ്റെ വിധിന്യായങ്ങളെ പിന്നെ പറയുന്ന, അവൻ്റെ പ്രവർത്തനങ്ങളെ അളക്കുന്ന ഒരു ലോകമുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ലോകമല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കല്ല. ഭൂമിയിൽ നിന്ന് വെറും 340 കിലോമീറ്റർ അപ്പുറം മാത്രമുള്ള സൂപ്പർ സാറ്റേൺ എന്ന് പറയുന്ന ഗ്രഹത്തിൽ എന്താണ് നടക്കുന്നതെന്ന് മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ല. അതെന്താ അറിയാത്തത്? അത് ഞങ്ങൾക്ക് പിന്നെ നിരീക്ഷിക്കാനോ പരീക്ഷിക്കാനോ കഴിയില്ല. അത്ര ദൂരെയുള്ള സംഗതി, അതിനപ്പുറത്ത് 1000 കിലോമീറ്ററുകൾക്കപ്പുറത്ത്, 3200 പ്രകാശവർഷങ്ങൾക്കപ്പുറത്ത്, കിലോമീറ്റർ അല്ല, പ്രകാശവർഷങ്ങൾക്കപ്പുറത്തുള്ള സംഭവങ്ങൾ ഞങ്ങൾക്കറിയില്ല, അത് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയുന്നവർ, അതിലെന്താണ് നടക്കുന്നതെന്ന്, ഗ്രഹങ്ങളിൽ എന്താണുള്ളതെന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയുന്ന ആളുകൾ എങ്ങനെയാണ് ഈ മഹ്ശറയെ നിഷേധിക്കുക? നിങ്ങളുടെ കണ്ടെത്തലുകൾക്കും നിങ്ങളുടെ അളത്തങ്ങൾക്കും നിങ്ങളുടെ നിരീക്ഷണങ്ങൾക്കും അപ്പുറത്തുള്ള ലോകം വിശുദ്ധ ഖുർആനിൽ നിന്ന്, ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം സന്തോഷ് ജോർജ് കുളങ്ങര 1400 വർഷം എന്ന് ആവർത്തിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തെ ആ കാലഘട്ടത്തിലുണ്ടായ എക്സ്പയറായ പുതിയ ശാസ്ത്രവുമായി ബന്ധമില്ലാത്തതെന്ന് പറയുമ്പോൾ ഒന്ന് പറയട്ടെ, മതനിയമങ്ങൾ മനുഷ്യനുണ്ടാക്കിയതല്ല, അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിയമങ്ങളാണ്. ആ നിയമങ്ങളുടെ ഉദ്ദേശവും അതിൻ്റെ ലക്ഷ്യവും ഓരോ കാലഘട്ടത്തിലെയും ശാസ്ത്രവുമായി ഒത്തുചേർന്ന് നിൽക്കുക എന്നുള്ളതല്ല. ഓരോ കാലഘട്ടത്തിലെയും ശാസ്ത്രത്തെക്കുറിച്ച് ശാസ്ത്രീയമായ അപ്ഡേഷൻ പറയുക എന്നുള്ളതല്ല. 2000 ശാസ്ത്രം ഇങ്ങനെയായിരുന്നു, 2020 ശാസ്ത്രം ഇങ്ങനെയാണ്, 1500 ശാസ്ത്രം ഇങ്ങനെയാണ്, ഇനി ഒരു 2500 കൊല്ലങ്ങൾ കഴിഞ്ഞാൽ ശാസ്ത്രം എങ്ങനെയായിരിക്കും എന്ന് പറയതല്ല. ഖുർആൻ എന്ന് പറയുന്നത്, അത് അവതരിപ്പിക്കുന്നത്, അതിൽ ശാസ്ത്രീയമായ കാര്യങ്ങൾ പറയുമ്പോഴും ഖുർആൻ പോലെയുള്ളൊരു മതഗ്രന്ഥത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ലക്ഷ്യം ധാർമ്മികത മനുഷ്യനെ പഠിപ്പിക്കുക, നീതി മനുഷ്യനെ പഠിപ്പിക്കുക, ഇതിലൂടെ നല്ലൊരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ധാർമ്മികത പഠിപ്പിക്കാൻ വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ ജനങ്ങളോട് പറഞ്ഞു, ലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല, നിങ്ങൾ കള്ളുകുടിക്കാൻ പാടില്ല, നിങ്ങൾ വ്യഭിചരിക്കാൻ പാടില്ല, നിങ്ങൾ പരസ്പരം ഏഷണിയും പരദൂഷണവും പറഞ്ഞു നടക്കാൻ പാടില്ല, നിങ്ങളുടെ സഹോദരന്മാരെ നിങ്ങൾ കൊല്ലാൻ പാടില്ല, നിങ്ങൾ സ്നേഹത്തിൽ ജീവിക്കണം. ഇങ്ങനെ ധാർമ്മികത മനുഷ്യനെ പഠിപ്പിച്ചു. വെളുത്തവന് കറുത്തവനേക്കാൾ സ്ഥാനമില്ല, സമ്പന്നന് ദരിദ്രനേക്കാൾ വിലയില്ല, നിലയില്ല, ഒരറബിക്ക് അനറബിയേക്കാൾ മഹത്വമല്ല എന്ന് മനുഷ്യനെ പഠിപ്പിച്ചിട്ട് മനുഷ്യരെ നീതിബോധമുള്ളവനാക്കി. നിങ്ങളൊക്കെ സമന്മാരാണ്, നിങ്ങളൊക്കെ സമത്വം
ഉൾക്കൊള്ളേണ്ട, സമന്മാരായി ജീവിക്കേണ്ട ആളുകളാണെന്ന് പറഞ്ഞ് നല്ലൊരു സമുദായത്തെ, നല്ലൊരു സൊസൈറ്റിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രിയേറ്റ് ചെയ്തു. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു താൻ ഭരിക്കുന്ന രാജ്യത്തെ ഒരാട്ടിൻകുട്ടി വഴിതെറ്റിപ്പോയാൽ പോലും അതിൻ്റെ പേരിൽ നാളെ ഞാൻ മറുപടി പറയേണ്ടി വരുമെന്ന് ആലോചിച്ച് പ്രജകൾക്ക് വേണ്ടി ജീവിച്ച ഒരു ഖലീഫയെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഖുർആൻ അങ്ങനെയൊരു സമുദായത്തെ ഉണ്ടാക്കുകയാണ് ഖുർആൻ്റെ ലക്ഷ്യം. അല്ലാതെ ശാസ്ത്രീയമായ ഓരോ വർഷത്തെയും അപ്ഡേഷൻ പറയുക എന്നുള്ളതല്ല. ചില സയൻസിൻ്റെ പിന്നാലെ കടിച്ചു തൂങ്ങിയ ആളുകൾ വാദിക്കുന്നത് പോലെ ഖുർആൻ്റെ ലക്ഷ്യം അതല്ല, നല്ലൊരു സമുദായത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യം ഖുർആൻ എല്ലാ കാലത്തും ആ ലക്ഷ്യം നിർവഹിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഈ 1400 കൊല്ലം മുന്നേ ഇറങ്ങിയ ഒരു വിശുദ്ധ ഗ്രന്ഥം ഇന്ന് ഘടാഘടിയന്മാരായ ശാസ്ത്രകാരന്മാരും അതുപോലുള്ള അറിവുള്ള ആളുകളും ഉള്ളൊരു ലോകത്ത് ഖുർആൻ ഇങ്ങനെ തെറ്റുകളില്ലാതെ, മിസ്റ്റേക്കുകളില്ലാതെ പിടിച്ചു നിൽക്കുന്നത്. ആ ഒരു ലക്ഷ്യവും ആ ഒരു ഉദ്ദേശവും വിശുദ്ധ ഖുർആൻ ഉള്ളതുകൊണ്ടാണ്. ഖുർആനിലൊരു മാറ്റങ്ങൾ കാണാൻ കഴിയില്ല. എന്നാൽ ഒരു ശാസ്ത്ര ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കൂ, എത്ര വർഷം ഒരു ശാസ്ത്ര ഗ്രന്ഥം നമുക്ക് വായിക്കാൻ കഴിയും? ഓരോ ദിവസവും ശാസ്ത്രീയമായ അറിവുകൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ അറിവുകൾ മാറാണ്. 1400 കൊല്ലമായിട്ടും ഖുർആനിലെ ഒരു വരി പോലും മാറ്റേണ്ടതില്ല, ഒരു അക്ഷരം പോലും മാറ്റേണ്ട ഗതികേട് വരാത്തത് എല്ലാ കാലത്തും ഇത് ഫിറ്റായതുകൊണ്ടാണ്. അത് മനുഷ്യനുണ്ടാക്കിയതായിരുന്നുവെങ്കിൽ ഇത് മാറ്റേണ്ട സമയം കഴിയുമായിരുന്നു. പക്ഷേ ഇത് മനുഷ്യനുണ്ടാക്കിയതല്ല. ഇത് പ്രപഞ്ചങ്ങളെ മനോഹരമായി കൃത്യമായി ഡിസൈൻ ചെയ്ത് സൃഷ്ടിച്ച ഒരാളുടെ, ഒരു ശക്തിയുടെ പക്കൽ നിന്ന് വന്ന അറിവായതുകൊണ്ട് മാത്രമാണ് ഖുർആൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ശാസ്ത്രീയമായ സത്യങ്ങൾക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവ മാറിക്കൊണ്ടേയിരിക്കും. ഒരു 10 കൊല്ലം മുന്നേയുള്ള സയൻസിൻ്റെ ബുക്ക് ഇന്ന് നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ കഴിയില്ല. കാരണം അപ്പോഴേക്കും ഒരുപാട് മാറ്റങ്ങൾ ശാസ്ത്രീയമായ മേഖലകളിൽ വന്നിട്ടുണ്ടാകും. ഖുർആൻ ശാസ്ത്രീയമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ഖുർആൻ പറയുന്നത് പ്രാപഞ്ചിക സത്യത്തെ മനുഷ്യന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. മതഗ്രന്ഥങ്ങളും മതനിയമങ്ങളും അത് തന്നെയാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന മതകീയ ഗ്രന്ഥം മനുഷ്യനോട് പറയുന്നത് ഈ പ്രാപഞ്ചിക രഹസ്യങ്ങളാണ്. ഖുർആൻ പറയുന്നുണ്ട്, സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. അല്ലാഹുവാണ് യാഥാർത്ഥ്യമെന്ന് അവർക്ക് വെളിവാകുന്ന രീതിയിൽ ചക്രവാളങ്ങളിലും അവരിൽ തന്നെയും തൻ്റെ ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു കാണിച്ചു തരും. മനോഹരമായ ആകാശത്തിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് ഇതിനൊരു സൃഷ്ടാവില്ല എന്ന്? നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് തന്നെ നിങ്ങൾ നോക്ക്. എത്ര മനോഹാരിതയോട് ഭംഗിയായി ഒരു ക്യാമറാമാൻ്റെ ലെൻസിനെ വെല്ലുന്ന രീതിയിൽ നിൻ്റെ കണ്ണുകളെ പടച്ച, മനുഷ്യന് തന്നെ കണ്ടെത്താൻ കഴിയാത്ത സങ്കീർണമായ നിൻ്റെ നാഡി വ്യവസ്ഥയെ, നെർവ് സിസ്റ്റത്തെ കൃത്യമായി സംവിധാനിച്ച് ഡിസൈൻ ചെയ്ത ഒരാളില്ല എന്ന് നിനക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നിൻ്റെ ഹൃദയവും നിൻ്റെ കിഡ്നിയും നിൻ്റെ കൈകളും കാലുകളും നിൻ്റെ വിരൽ തുമ്പിനെ പോലും, നിൻ്റെ ഫിംഗർ പ്രിൻറ്റിനെ പോലും സംവിധാനിച്ച, പരസ്പരം മറ്റൊരാളുടേതിന് തുല്യമാകാത്ത രീതിയിൽ ഇതിനെ സംവിധാനിച്ച ഒരാൾ ഇല്ല എങ്ങനെ എന്ന് പറയാൻ നിനക്കെങ്ങനെയാണ് കഴിയുക എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സയൻസിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ ബുദ്ധിയും വിവരവും എന്നൊക്കെ പറയുന്നത് അതൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് അതുമായി നടക്കലല്ല. അതിനൊരു ഉദ്ദേശമുണ്ട്. ധാർമ്മികതയില്ലാത്ത അറിവ് കൊണ്ടൊരു കാര്യമില്ല. മതങ്ങൾ വിഭാവനം ചെയ്യുന്ന ധാർമ്മികത ഉൾക്കൊള്ളാൻ സയൻസിൻ്റെ ആളുകൾക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ സയൻസിൻ്റെ വക്താക്കളാണ്, സയൻസ് കൊണ്ട് നടക്കുന്ന ആളുകളാണ്, ഞങ്ങൾ സയൻസിൻ്റെ ആളുകളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മതങ്ങളുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറയും. ഐസക് ന്യൂട്ടൻ്റെ എല്ലാ തിയറികളും സിദ്ധാന്തങ്ങളും ഉപയോഗിക്കും. ഐസക് ന്യൂട്ടൻ മതവിശ്വാസിയാണ്. അവിസന്നയുടെ മെഡിക്കൽ ഗ്രന്ഥങ്ങൾ പഠിക്കും. അവിസന്ന ഒരു മതവിശ്വാസിയാണ്. ജോഹന്നാസ്ബർഗിൻ്റെ കെപ്ലറുടെ എല്ലാ തിയറികളും ഉപയോഗിക്കും. അവരൊക്കെ മതവിശ്വാസികളാണ്. അപ്പോൾ ആ മതവിശ്വാസികൾക്ക് എന്താണ് ഇത്രയും പഠിച്ചിട്ടും അറിഞ്ഞിട്ടും അവർ ദൈവമില്ല എന്നല്ല പറഞ്ഞത്, ദൈവമുണ്ട് എന്ന വാദത്തിലേക്കാണ് അവരൊക്കെ നടന്നു വന്നിട്ടുള്ളത്. സയൻസൊക്കെ എത്ര വളർന്നാലും, എത്രയൊക്കെ അപ്ഡേറ്റഡായി, എത്രയൊക്കെ ഉന്നതിയിലെത്തി എന്ന് പറഞ്ഞാലും സയൻസിന് മറുപടി പറയാൻ കഴിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. എല്ലാത്തിനും മറുപടി പറയാൻ സയൻസിന് കഴിയില്ല. മനുഷ്യന് ഇത്ര മനോഹരമായ ജീവിതം നയിച്ചിട്ട് മരണത്തിലേക്ക് അടുക്കുന്നു, മരിക്കുന്നു. എന്താണ് അവൻ ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശം? എന്തിനു വേണ്ടിയിട്ടാണ് അവൻ പ്രസവിക്കപ്പെട്ടത്? അവൻ ജീവിച്ചതും അവൻ നിലകൊണ്ടതും എന്തിനു വേണ്ടിയായിരുന്നു? ഈ കാലയളവിൽ അവൻ ഈ ഭൂമി സന്ദർശിച്ചു പോകാൻ എന്തുദ്ദേശമാണ് അവന് നൽകപ്പെട്ടത് എന്നതിന് ശാസ്ത്രത്തിന് പറയാൻ കഴിയില്ല.
അവിടെയാണ് ഏറ്റവും ജീവിതത്തിൻ്റെ ഏറ്റവും മഹത്തരമായ ലക്ഷ്യം. ശാസ്ത്രകാരന്മാരെന്ന് പറയുന്ന നിരീശ്വരവാദികൾക്ക് മിസ് ചെയ്യുന്നത് മനുഷ്യൻ ജീവിച്ചു പോകുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ കാണുകയും വണങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ്. പ്രപഞ്ചത്തെ അതിമനോഹരമായി സംവിധാനിച്ച ഒരാളെ കണ്ടെത്തുകയും ആ ശക്തിക്ക് മുന്നിൽ വണങ്ങാനുള്ള ഒരു പ്രാപ്തിയും അതിനുള്ള ഒരു അവസരവും ഉണ്ടായിട്ടും നഷ്ടപ്പെടുത്തി പോകുന്ന ആളുകൾ നിരീശ്വരവാദികളാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വെറുതെ തിന്നുറങ്ങി മരിക്കലാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് ചിന്തിക്കുന്നതിലുപരി നാം വന്നതിനൊരു ലക്ഷ്യമുണ്ട് എന്ന് കണ്ടെത്തുകയും ആ ശക്തിയെ അറിയുകയും ആ ശക്തി നമുക്കായി തന്ന സന്ദേശം വായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതറിയണമെങ്കിൽ ലോകത്തെക്കുറിച്ച് വിശാലമായി ചിന്തിക്കേണ്ടതുണ്ട്. സങ്കുചിതമായ ചില തെറ്റുകൾ കാണുമ്പോഴേക്ക് മതവിശ്വാസികളെ വിമർശിക്കുന്നതിന് പകരം ഇതിലെ യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ ഒരു തവണയെങ്കിലും സന്തോഷ് ജോർജ് കുളങ്ങര വായിച്ചിരുന്നുവെങ്കിൽ ഈ വലിയ അബദ്ധങ്ങൾ, ഇത് മനുഷ്യനുണ്ടാക്കിയതാണ് എന്ന അബദ്ധങ്ങൾ ഒരിക്കലും വരില്ലായിരുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്ന, ശാസ്ത്രീയമായി ഖുർആൻ പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടതില്ല. 1400 കൊല്ലം മുന്നേ എന്ന് പറയുന്ന ആളുകൾക്ക് ഖുർആൻ തന്നെ പറയുന്നുണ്ട് ആകാശങ്ങളെക്കുറിച്ച് ഇന്നാല മൂസിയൂൻ. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത്, പ്രപഞ്ചത്തെ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് നാമാണ്. അള്ളാഹു 1400 കൊല്ലം മുന്നേ ആകാശത്തിലേക്ക് നോക്കാനൊരു ഉപകരണമില്ലാത്തൊരു കാലത്ത് പ്രപഞ്ചങ്ങളെ വികസിപ്പിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ ഇന്ന് ശാസ്ത്രം പറയുന്നു പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നുള്ളത്. അത് വേറൊരു ഭാഗമാണ് ഖുർആൻ പറയുന്ന ശാസ്ത്രീയമായ സത്യങ്ങളെ. പക്ഷേ ഖുർആൻ്റെ അടിസ്ഥാന ലക്ഷ്യമായി നമ്മൾ കാണുന്നത് മനുഷ്യനിൽ ധാർമ്മികത നിറക്കുക എന്നുള്ളതാണ്, മനുഷ്യനിൽ നീതിബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്, നല്ല മനുഷ്യനിലൂടെ നല്ല സൊസൈറ്റിയെ നിർമ്മിക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യപ്രാപ്തിക്കു വേണ്ടി വരിക അഴിച്ചുവിട്ട കന്നുകാലികളെപ്പോലെ ചെന്നിടത്തെല്ലാം കയറിമേഞ്ഞ് തോട്ടം നശിപ്പിക്കുന്ന ഗതിയിലേക്ക് നിരീശ്വരവാദികളായ ആളുകളും പ്രപഞ്ചത്തിലെ ലോകം ചുറ്റി എന്ന് പറയുന്ന സഞ്ചാരികളും മാറാതിരിക്കുക. നന്മ പഠിക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.